നമസ്കാരം കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്പേഴ്സിനെ കുറിച്ചാണ്. നമ്പേഴ്സ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇന്നലെ നമ്മൾ ഏത് ടോപ്പിക്കാണ് എടുത്തത്? ഇന്നലെ നമ്മൾ പ്ലേസ് വാല്യൂ, ഫേസ് വാല്യൂ ആണ് എടുത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്പേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ നമ്പേഴ്സിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കിയാലോ ആദ്യം. എന്നിട്ട് അതിന് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്കത് നോക്കാം. നമ്പേഴ്സ് ആർ സിമ്പിൾസ് വി യൂസ് ടു കൗണ്ട്, മെഷർ or show position. They help us know how many things there are or in what order they come. For example, 3 apples. ഈ നമ്പർ പറഞ്ഞിരിക്കുന്നത് there are 3 apples. The number shows that there are 3 apples. Next example, 7 pencils. The number shows how many pencils there are. ഇനി നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. Children, this is 4 types of numbers: natural numbers, whole numbers, even numbers, odd numbers. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. ദ കൗണ്ടിങ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1, അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ 1, 2, 3, 4. നെക്സ്റ്റ് വൺ ഇസ് whole numbers. Whole numbers, the natural numbers including 0, that is 0, 1, 2, 3, 4. Next one is even numbers. Even numbers means the numbers that can be divided by 2. 2, 4, 6, 8, 10. Next one is odd numbers. The numbers that cannot be divided by 2 is odd numbers. The numbers that cannot be divided by 2 is odd numbers. That is 1, 3, 5, 7, 9. You got it? Okay. For example നോക്കിയാലോ. എക്സാമ്പിൾ നമ്മളോട് പറയാം, അതായത് നമ്പർ ഹോൾ നമ്പർ ആണോ, നാച്ചുറൽ നമ്പർ ആണോ, അതോ ഈവൻ ആണോ, ഓഡ് ആണോ എന്നുള്ളത് ഈ കോളത്തിൽ എഴുതണം. ഈ കോളത്തിൽ ഞാൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ കോളത്തിൽ നാച്ചുറൽ ആണോ, ഹോൾ ആണോ, ഈവൻ ആണോ, ഓഡ് ആണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതണം. അപ്പോൾ ആദ്യം 1 അല്ല വന്നേക്കാൻ, 1 ആണ് വന്നിരിക്കുന്ന നമ്പർ. അപ്പം 1 നമുക്ക് നാച്ചുറൽ ആണോ, ഹോൾ ആണോ? നാച്ചുറൽ അല്ലേ? അതായത് കൗണ്ടിങ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 അല്ലേ? അപ്പം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ്, നാച്ചുറൽ എന്ന് എഴുതി. ഇനി ഇത് ഈവൻ ആണോ, ഓടാണോ? ഓടല്ലേ, കാരണം അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ടോ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടോ പറ്റില്ല. അപ്പം എന്താ പറയുക, അപ്പോൾ ഇത് ഓടാണ്. നെക്സ്റ്റ് വൺ ഈസ് 2. ഇത് നാച്ചുറൽ ആണോ, ഹോൾ ആണോ? നാച്ചുറൽ ആണ്. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? 2 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഈവൻ. നെക്സ്റ്റ് വൺ ഈസ് 0. 0 നമ്മൾ എന്താ പറഞ്ഞേ? നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 0, അതാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 0 എന്ന് പറയുമ്പോൾ ഹോളാണ്, ഹോളിന് എഴുതി. ഇത് ഈവൻ ആണോ, അത് ഓടാണോ? ഓടല്ലേ, അപ്പോൾ ഓടുന്ന് എഴുതി. നെക്സ്റ്റ് വൺ ഈസ് 3. ഇത് നാച്ചുറൽ ആണോ, ഹോളാണോ? നാച്ചുറൽ ആണ്. അപ്പോൾ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ 2 കൊണ്ട്? ഇല്ല. അപ്പോൾ നമ്മൾ ഓടുന്ന് എഴുതി. 3 മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഓടുന്ന് എഴുതി. നെക്സ്റ്റ് വൺ ഈസ് 4. 4 നാച്ചുറൽ ആണോ, ഹോൾ ആണോ? നാച്ചുറൽ ആണ്. അപ്പോൾ 4 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ 2 കൊണ്ട്? മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഈവൻ ആണ്. ഓക്കെ, ഞാനിങ്ങനെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം ഇത് നാച്ചുറൽ നമ്പർ ആണോ, ഹോൾ നമ്പർ ആണോ എന്നുള്ളത് പറയണം, അല്ലെങ്കിൽ ഈവൻ നമ്പർ ആണോ, ഓഡ് നമ്പറോ എന്നുള്ളത് പറയണം. കൗണ്ട് ചെയ്തിട്ട് വേണം പറയാൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഒന്ന് കൗണ്ട് ചെയ്തേ. ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് എത്ര ഐസ്ക്രീംസിനെ കാണാം? 1, 2, 3, 4. അപ്പം 4 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 4 ഇത് നാച്ചുറൽ നമ്പർ ആണോ, അതോ ഇവിടെ എഴുതാം 4 എന്നുള്ളത്. ഇത് നാച്ചുറൽ നമ്പർ ആണോ, അതോ ഹോൾ നമ്പർ ആണോ? നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ ഇത് നാച്ചുറൽ എന്ന് എഴുതി. ഇനി ഈവൻ ആണോ, ഓടാണോ എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്പർ വിച്ച് ക്യാൻ ബി ഡിവൈഡഡ് ബൈ 2 ഈസ് ഈവൻ. ദ നമ്പർ വിച്ച് കനോട്ട് ബി ഡിവൈഡഡ് ബൈ 2 ഈസ് ഓഡ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ 4 ആണോ നമുക്ക് ഉത്തരം കിട്ടിയത്? 4 ആണ്. അപ്പോൾ അത് ഈവൻ ആണോ, അത് ഓടാണോ? ഈവൻ ആണ്. ദ നമ്പർ വിച്ച് ക്യാൻ ബി ഡിവൈഡഡ് ബൈ 2, അപ്പോൾ അത് ഈവൻ ആണ്. ഈവൻ എന്ന് എഴുതി. ഇനി സെക്കൻഡ് വൺ കൗണ്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. 1, 2, 3, 4, 5, 6. ഇവിടെ 6 പെൻസിൽസാണ് ഉള്ളത് അല്ലേ? അപ്പോൾ 6 ആകുമ്പോൾ അത് നാച്ചുറൽ ആണോ, ഇത് ഹോൾ ആണോ? നാച്ചുറൽ ആണ്. ഇനി നമുക്കത് ഈവൻ ആണോ, ഓടാണോ എന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഇത് നമ്പർ വിച്ച് ക്യാൻ ബി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അത് ഈവൻ ആണ്. ഇപ്പോൾ 6 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈവൻ ആണ്. അപ്പോൾ അങ്ങനെ. നെക്സ്റ്റ് വൺ ഈസ് എത്ര ബോൾ നമുക്ക് കാണാൻ പറ്റും? 1 2 3 4 5 6 7. ഇപ്പോൾ 7 നാച്ചുറൽ നമ്പർ ആണോ ഹോൾ നമ്പർ ആണോ? ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 0, അതാണ് ഹോൾ നമ്പേഴ്സ്. പിന്നെ കൗണ്ടിങ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 എന്ന് പറയുന്നതാണ് നാച്ചുറൽ നമ്പർ. അപ്പം നമുക്ക് 7 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നാച്ചുറൽ ആണോ ഹോൾ ആണോ? നാച്ചുറൽ ആണ്. നാച്ചുറൽ എഴുതി. പിന്നെ അത് ഈവൻ ആണോ ഓഡാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ക്യാൻ ബി ഡിവൈഡഡ് ബൈ 2. ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ക്യാൻ നോട്ട് ബി ഡിവൈഡഡ് ബൈ 2. അതാണ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ അത് 7 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓഡാണോ ഈവൻ ആണോ? ഓഡാണ്. അപ്പോൾ നമ്മൾ ഓന്ന് ചെയ്യും. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ഈസ് എത്ര പേര് നമുക്ക് കാണാൻ പറ്റും? 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ 11 നാച്ചുറൽ ആണോ അതോ ഹോൾ ആണോ? നാച്ചുറൽ ആണ്. അപ്പോൾ നമുക്ക് നാച്ചുറൽ എഴുതി. നെക്സ്റ്റ് വൺ ഈസ് അത് ഓഡാണോ ഈവൻ ആണോ? ഓഡല്ലേ, നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഓഡാണ്. ഓക്കെ കുട്ടികളെ, നിങ്ങൾക്ക് ചെറിയൊരു ഹോംവർക്ക് തരാം. ചെറുതാട്ടോ. ചെറിയൊരു ഹോംവർക്ക്. സർക്കിൾ ദി ഈവൻ നമ്പേഴ്സ് ആൻഡ് അണ്ടർലൈൻ ഓഡ് നമ്പേഴ്സ്. Okay.